എൻ്റെ പേര് സൂര്യ. ഞാൻ കൂത്താട്ടുകുളത്തുനിന്ന് വരുന്നു. മാതാവും ഈശോയും എനിക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാനൊരു നേഴ്സായിരുന്നു. കുറേ കാലമായിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരെ നോക്കിയൊക്കെ ഇരിക്കാൻ അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കുറേ കഴിഞ്ഞ് ഞാൻ ജോലിക്ക് ശ്രമിച്ചു. പിന്നെയാണ് എനിക്ക് ജർമ്മൻ പഠിച്ചു കൊള്ളാമെന്ന് ഒരാഗ്രഹം തോന്നിയത്. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിച്ചു. എക്സാം എഴുതി. ആദ്യത്തെ തവണ ഞാൻ അറ്റൻഡ് ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഒരു മാസം കഴിഞ്ഞ് ഞാൻ എക്സാമിന് പോയി. എനിക്ക് എക്സാം ടഫായിരുന്നു. എങ്കിലും ഭയങ്കര കോൺഫിഡൻസോട് കൂടി എനിക്ക് എക്സാം എഴുതാൻ പറ്റി. കാരണം ആരോ എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയോടുകൂടി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. അവർ ചോദിക്കുന്നതിനൊക്കെ എനിക്ക് നല്ലതുപോലെ ആൻസർ പറയാൻ പറ്റി. കാശുരൂപം കയ്യിലുണ്ടായിരുന്നു. ഞാൻ കാശുരൂപം കയ്യിൽ പിടിച്ചിട്ടാണ് പോയത്. പിന്നെ മാതാവിൻ്റെ തൈലം എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്. അങ്ങനെ എനിക്ക് ആ എക്സാമിന് പാസ്സാവാൻ പറ്റി. പിന്നെ ഞാൻ എക്സാം കഴിഞ്ഞ് അതിൻ്റെ പ്രോസസ്സിങ്ങിന് വെച്ചിട്ട് ആ പ്രോസസ്സിങ്ങൊക്കെ എത്രയും വേഗം നടക്കുകയും പിന്നെ ഞാൻ വീണ്ടും 3 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പം ഞാൻ നിയോഗം വെച്ചിരുന്നു ജനുവരി 1 മുമ്പ് എനിക്ക് പോകാൻ പറ്റണമെന്ന്. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെക്കുകയും എനിക്ക് വിസ 7 ദിവസം കൊണ്ട് അടിച്ചു വരികയും ചെയ്തു. അങ്ങനെ ജനുവരി 1 എനിക്ക് പോകാൻ തന്നെ സാധിച്ചു. പിന്നെ ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ഒരു BP കൂടുകയും നെഞ്ചുവേദന അനുഭവപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പം കുറച്ച് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ആൻജിയോ ചെയ്യണമെന്ന് പറഞ്ഞു. ആൻജിയോ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു ആൻജിയോ ചെയ്യുമ്പോൾ ബ്ലോക്ക് വല്ലതും ഉണ്ടെങ്കിൽ അപ്പം തന്നെ സർജറി ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. കയ്യിൽ 5 പൈസ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. കാരണം എൻ്റെ പ്രോസസ്സിങ്ങിന് ഒരുപാട് പൈസ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലോക്കൊന്നും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആൻജിയോ ചെയ്തതിൽ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഹാർട്ട് പമ്പ് ചെയ്യുന്നതിന് കുറച്ച് കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറേ കാലം ഇങ്ങനെ മെഡിസിൻ കഴിക്കേണ്ട വരും, അല്ലാതെ കുഴപ്പമൊന്നുമില്ലയെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ദിവസം അഡ്മിറ്റായിരുന്നു. വീട്ടിൽ പോന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഡോക്ടറെ കാണാൻ ചെന്നു. അന്ന് സർജറി ചെയ്യുന്ന അന്ന് ആൻജിയോ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡിന് വന്നിട്ട് EF ഇജക്ഷൻ ഫാക്ടർ എന്ന് പറയും, അത് വന്നിട്ട് കുറവായിരുന്നു. 20-22% ഉണ്ടായിരുന്നുള്ളൂ. 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അത് വന്നിട്ട് 55% ആയി. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ അപ്പോഴും പറഞ്ഞു ഇത് ഭയങ്കര ഒരു ചേഞ്ചാണ്. നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു കാർഡിയോളജി വാർഡിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന പേഷ്യൻറ്റിനെ എനിക്കറിയാം. കാരണം എന്തെങ്കിലും രോഗം വന്നിട്ട് വീണ്ടും അതിൻ്റെ സിംറ്റംസുമായിട്ട് വീണ്ടും BP കൂടി, അല്ലെങ്കിൽ വീണ്ടും നെഞ്ചുവേദന, കാലിന് ഇങ്ങനെ നീര് വരിക, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആയിട്ട് അങ്ങനെ ശാശ്വതമായിട്ട് നിൽക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സിംറ്റംസ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ചേട്ടായിക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സിംറ്റംസും ഉണ്ടായിട്ടില്ല. മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും വേറെ ഒരു പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ചേട്ടായിക്കില്ല. ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യമായിട്ടില്ല, എങ്കിലും വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ മാതാവ് ഇപ്പോഴും കാത്തുകൊണ്ട് പോകുന്നു. പിന്നെ എനിക്ക് ഇതിനിടയ്ക്ക് ഒരു വയറുവേദനയുണ്ടായി. എന്താണ് കാരണം എന്നൊന്നും അറിയില്ല. രാത്രി ആയതിനും ഭയങ്കര വയറുവേദനയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പ് ഇട്ടാൽ മാത്രമേ വയറുവേദന പോകണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പോയി സ്കാൻ ചെയ്തപ്പോൾ ഗോൾ ബ്ലാഡറിൽ ഒരു സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സർജറി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ നിയോഗമായിട്ട് എഴുതിയായിരുന്നു മാതാവേ എനിക്കിനി ആ വയറുവേദന ഒരിക്കലും വരരുതേന്ന്. പിന്നെ എനിക്ക് ഇതുവരേക്കും ആ വയറുവേദന ഇവിടുന്ന് അന്ന് കൃപാസനത്തിൽ പോയത് പിന്നെ എനിക്ക് ഇതുവരേക്കും ആ വയറുവേദന വന്നിട്ടില്ല. പിന്നെ ഞാൻ നോക്കിയിട്ടൊന്നുമില്ല അതെന്തായെന്ന്. പക്ഷേ ഇതുവരേക്കും ഇപ്പോൾ 1.5 വർഷമായി, ഇതുവരേക്കും എനിക്ക് ആ വയറുവേദന തിരിച്ചു വന്നിട്ടില്ല. അതുപോലെ ജർമ്മനി ചെന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു, അവിടുത്തെ രജിസ്ട്രേഷൻ എക്സാം.
രജിസ്ട്രേഷൻ എക്സാമിന് അവിടെ ഒത്തിരി മലയാളീസ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ടഫാണ്. അവരെല്ലാവരും പാസ്സാക്കുന്നൊന്നുമില്ല. നമ്മൾ എത്ര നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്താലും അവർ പാസ്സാക്കില്ല. അപ്പോൾ എനിക്കത് പാസ്സാവണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഒരുപാട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവിനോട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ എൻ്റെ മനസ്സിൽ എന്തോ തോന്നി, ഒരു 3-4 ടോപ്പിക്ക് ഞാൻ എടുത്തിട്ട് മാതാവിൻ്റെ തൈലം വെച്ച് കുരിശ് വരച്ചിട്ട് ഈ ടോപ്പിക്ക് തന്നെ എനിക്ക് എക്സാമിന് കിട്ടണേന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എക്സാമിൻ്റെ അന്ന് ഞാൻ എടുത്ത് മാതാവിൻ്റെ തൈലം പുരട്ടി കുരിശ് വരച്ച ആ ടോപ്പിക്ക് തന്നെ കിട്ടി. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവാണിത് തരുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണേന്ന്. അപ്പോൾ അന്ന് ഇതുവരെ എക്സാമിന് അങ്ങനെ ഒരു ട്യൂട്ടർ ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് മറിയം എന്ന് പേരുള്ള, ജർമ്മനിൽ മറിയം എന്ന് പേരുള്ള ഒരു ട്യൂട്ടറും കൂടെ ആ എക്സാമിനുണ്ടായിരുന്നു. അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ആ എക്സാം എനിക്ക് പാസ്സാകാൻ പറ്റി. ഇത്രയാണ് മാതാവും ഈശോയും എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. ഇപ്പം ഞാൻ നേഴ്സായിട്ട് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സന്ദർശിക്കാൻ പോകുമായിരുന്നു. പത്രം എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ബസ് സ്റ്റാൻഡിലും ഇവിടെ വീടിൻ്റെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ പൊതിച്ചോറൊക്കെ വഴിയിൽ ഇരിക്കുന്നവർക്കും അവിടെ ഈ കൂത്താട്ടോ ഞങ്ങളുടെ അവിടെയുള്ള ടൗണിലൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ ജർമ്മനി ചെന്നതിന് ശേഷം ഞാനിങ്ങനെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കാനിടയുണ്ടായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മളിങ്ങനെ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ യേശുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റണേ, ദൈവസ്നേഹം നിറച്ച് ശുശ്രൂഷിക്കാൻ പറ്റണം എന്ന് ഞാൻ കേട്ടു. അപ്പോൾ അതിൽ പിന്നെ ഞാൻ രോഗികളോട് എല്ലാവരോടും അവരെ കാണുമ്പം അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹത്തെ അവരെ സുഖപ്പെടുത്തണേ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സ്വന്തം അച്ഛനെ നോക്കുന്ന പോലെ അമ്മേനെ നോക്കുന്ന പോലെ അവരെ നോക്കാൻ പറ്റണേ, അത്രയും കാരുണ്യത്തോടെ ഇതിലൂടെ എനിക്ക് നോക്കാൻ പറ്റി. പിന്നെ ജർമ്മനിയിൽ ആർക്കും സാമ്പത്തികമായിട്ട് സഹായമൊന്നും വേണ്ട, പക്ഷേ രോഗികളോട് എപ്പോഴും ഒരു സ്നേഹത്തോടെ, യേശുവിൻ്റെ സ്നേഹത്തോടെ അവരെ കാണാനും അവരെ ശുശ്രൂഷിക്കാനും എനിക്ക് പറ്റി. ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതുപോലെ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ചേട്ടായിക്കും ഒരുപാട് വിശ്വാസമുണ്ടായിരുന്നു, എങ്കിലും അങ്ങനെ അധികം വിശ്വാസമില്ലായിരുന്നു. ഇപ്പം ചേട്ടായി നല്ല വിശ്വാസിയാണ്. എന്നും പ്രാർത്ഥിക്കും, എന്നും പള്ളിയിൽ പോകും, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, കുർബാന കൂടും, കുമ്പസാരിക്കും. അതുപോലെ എനിക്കും അവിടെ ഞാനും എല്ലാ ഞായറാഴ്ചയും പറ്റുന്നത്ര ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും, എന്നും പ്രാർത്ഥിക്കും. മാതാവിൻ്റെ ഇതെല്ലാം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എന്നും ഞാൻ അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിക്കാറുണ്ട്. പറ്റുന്ന സമയമൊക്കെ കൊന്ത ചൊല്ലും. ഡ്യൂട്ടിക്ക് നടക്കുകയാണേലും ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടായിരിക്കും പറ്റുന്ന സമയങ്ങളിലൊക്കെ നടക്കുക. ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആര് മാതാവിൻ്റെ കൂടെയുണ്ട്, എന്തോ ഒരു പോസിറ്റീവ് എനർജി എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യമുണ്ട്. നേരത്തെ തന്നെയായിരുന്നേലും ജർമ്മനി തന്നെയാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, മാതാവ് കൂടെ ഉണ്ടെന്നുള്ളത്.